ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വിളിച്ചാടെ ചെല്ലി നമുക്ക് മീൻ മേങ്ങിട്ട് വരാം. എൻ്റെ പോരിൻ്റെ അടുത്ത് നിന്ന് പുതിയതായിട്ടില്ലേ ഒരു മീനിൻ്റെ ഒരു സ്റ്റാള് തുറന്നിട്ടുണ്ട്. മുമ്പാണെങ്കിൽ നമ്മൾ മീൻ വരാൻ ആ മീൻ മുക്കോത്തിനെ വെയിറ്റ് ആക്കി നിൽക്കണ്ടേ. ഇതാകുമ്പോൾ നമുക്ക് എന്താവശ്യം പെട്ടെന്ന് അത്ര എന്താ ഒരു 100 മീറ്റർ പോലും നടക്കാനില്ല. പുഴയിൽ നിന്ന് കിട്ടുന്ന മീനും കടലിൽ നിന്ന് കിട്ടുന്ന മീനും എന്ന് വേണ്ട എല്ലാത്തരം മീനും ഉണ്ടാവുക. ചെറിയ മീനായാലും വലിയ മീനായാലും എങ്ങനത്തെ തരം മീനും വേണമെങ്കിൽ ഉണ്ടാവുക. പിന്നെ അവിടുന്ന് മീനെല്ലാം മുറിച്ചിട്ടും കൊടുക്കുന്നുണ്ട്, നമുക്ക് ഹോം ഡെലിവറി ആക്കുന്നുണ്ട്. പിന്നെ പാർട്ടിയെല്ലാം ഉണ്ടെങ്കിലില്ല ഓരോ നമ്മൾ മുന്നേ പറഞ്ഞ അതിനനുസരിച്ച് നമുക്ക് വേണ്ടുന്ന മീനെല്ലാം എത്തിച്ച് തരുവ. ലാസ്റ്റ് തന്നെ ഈ ഒരു മീനും മേങ്ങിട്ട് ഇച്ചക്ക് മുറിച്ചിട്ട് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ നമ്പർ ഉണ്ട്, വേണ്ട നാളെ കോണ്ടാക്ട് ആക്കിക്കോ. മീനും മേങ്ങിട്ട് ഞങ്ങൾ നേരെ പോകുന്നുണ്ടാവുക. ഈ മാത അന്നെക്കാളും മുന്നേ പാഞ്ഞിട്ടില്ലേ ഗേറ്റ് എല്ലാം തുറന്ന് കറി വെക്കാനും ഫ്രൈ ആക്കാനും എല്ലാത്തിനും ഞാൻ മീൻ മേങ്ങിട്ടുണ്ടായിനവ. പിന്നെ ഇന്ന് ഞാൻ ഫ്രൈ ആക്കുന്നത് ഒരു സ്പെഷ്യൽ മസാല ഉപയോഗിച്ചിട്ടവ, ജസ്റ്റ് കുക്ക് വിത്ത് ബാസിത്ത് മൂസ. ഇത് ഞാൻ കുറേ ദിവസമായി മേങ്ങിട്ട് ഇതുവരെ എനിക്ക് ഫ്രൈ ആക്കാനേ കഴിഞ്ഞിട്ടാ. അതിൽ ഫ്രൈ ആക്കേണ്ടത് എങ്ങനെ നല്ല ബാക്കിൽ കറക്റ്റായിട്ട് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൈ എല്ലാം ആക്കിയിട്ട് എടുത്ത് ചെമ്മീൻ മേങ്ങിയിട്ടുണ്ട്. നമുക്ക് പറയാൻ പറഞ്ഞാൽ ചെമ്മീനും ഫ്രൈ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. പിള്ളമാർക്കെല്ലാം മീനെക്കാളും ചെമ്മീനാണ് ഇഷ്ടം. പിന്നെ പൊതുവെ പിള്ളേരെല്ലാം മീൻ കൂട്ടുന്ന കുറവല്ല. അപ്പം നമ്മ അതിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള മസാല എല്ലാം ചേർത്താലില്ല പിള്ളേർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. ചോറ്റിനൊക്കെ ആ ഒരു മീൻ എന്താ മതി. കുറേ ആൾക്കാർക്കില്ല മീനിൻ്റെ അപ്പം ചൂടുന്നല്ല ഇഷ്ടമല്ല, വെറൈറ്റി മീൻ. അപ്പം നിങ്ങൾ ഈ ഒരു മസാല ഉപയോഗിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് അപ്പം ചൂട്ട് നോക്കല്ലോ എന്തോരം പാങ്ങുന്നത്. ഞാനില്ല ചെമ്മീൻ്റെ അട ചൂട്ടിട്ടുണ്ടേന് എനിക്ക് ഈലില്ല ആ വീഡിയോ എടുക്കാനേ മറന്നോ ഇന്ന് എന്തോ തിരക്കിൽ. പിന്നെ ഈ ഒരു മസാല വേണമെന്നുള്ളവർക്ക് ഞാൻ ഓരോ നമ്പറും ഈ ഓരോ മസാലൻ്റെ പേജ് കൊളാബാക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ആക്കിക്കോവാ.